പ്രിയ സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള നിയമത്തിന് സാധൂകരണം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി ചരിത്രപരം എന്നാണ് രാഷ്ട്രീയ അക്കാദമിക് വൃത്തങ്ങൾ പൊതുവിൽ വിശേഷിപ്പിച്ചത്. 2007 മാർച്ചിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചതായ ഈ വിധി ഇതോടെ അസാധുവായി. സംവരണ നിയമം സ്റ്റേ ചെയ്ത വിധിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പാർലമെന്റിന്റെ അധികാരത്തിനുമേൽ ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമെന്നും ജനാധിപത്യ സമൂഹമായി പൊതുവിൽ വിശേഷിപ്പിച്ചിരുന്നു. ഏപ്രിൽ 10 5-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായം പല കാരണങ്ങൾ കൊണ്ടും സവിശേഷമായതാണ്. ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരമാണ് അംഗീകരിക്കപ്പെട്ടത്. നമ്മുടെ നീതിപീഠങ്ങൾ ഭരണകൂട സംവിധാനത്തിന്റെ കൂടി ഭാഗമാണ്. എന്നാൽ ഇത്തരം സ്വാധീനമുള്ളപ്പോഴും ഭരണഘടന ഉദ്ഘോഷിക്കുന്ന സമത്വത്തിന്റെയും പൗരാവകാശത്തിന്റെയും കാഴ്ചപ്പാടുകളെ അടിച്ചമർത്തപ്പെട്ടവന്റെ കണ്ണുകളിലൂടെ കാണാനുള്ള പരിശ്രമം പലപ്പോഴും നമ്മുടെ ഉന്നത നീതിപീഠങ്ങളിലെ ന്യായാധിപന്മാർ നടത്തിയിരുന്നു. ജസ്റ്റിസുമാരായ ചിന്നപ്രഡിയും കൃഷ്ണയ്യരും ഖന്നയും ഭഗവതിയും അത്തരത്തിൽ ഭരണഘടന വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവർ ആയിരുന്നു. ആഗോളവൽക്കരണത്തിന്റെയും നവ ഉദാരവൽക്കരണ നയങ്ങളുടെയും വർത്തമാനകാലത്തിൽ മൂലധന ശക്തികളുടെ സ്വാധീനം ജുഡീഷ്യറിയിലാകെ പ്രകടമാണ് എന്ന് തോന്നിപ്പോകുന്ന വിധിന്യായങ്ങളാണ് അടുത്തന്നെ ഉണ്ടായത്. അത്തരം സ്വാധീനത്തിൽ നിന്നുള്ള തുടർച്ചയായ വിധി പ്രസ്താവനകളാണ് വാസ്തവത്തിൽ 93-ാം ഭരണഘടനാ ഭേദഗതിക്ക് വഴിവെച്ചത്. TMA പൈ കേസിലും തുടർന്നുള്ള കേസുകളിലും സുപ്രീം കോടതി നടത്തിയ വിധി മറികടക്കുന്നതിന് പാർലമെന്റ് 2006 ജനുവരിയിൽ 93-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവേശനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നതിന് ഭരണഘടനയുടെ അനുച്ഛേദം 19 ക്ലോസ് 1G ഒരു അവകാശവും തടസ്സമല്ല എന്ന ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. സാമൂഹ്യനീതി ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമം കോടതി ഇടപെടൽ കാരണം ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. സ്വകാര്യ സ്ഥാപനങ്ങളെ കർശനമായ സാമൂഹിക നിയന്ത്രണത്തിന് വിധേയമാക്കിയും ഇവിടെ സംവരണം ഉറപ്പുവരുത്തിയും മാത്രമേ വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യനീതി സാധ്യമാകുകയുള്ളൂ.